ഹലോ എവരിവൺ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആധുനിക ലോകം ഓരോ ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ബേസ് ആണെങ്കിലും വേറെ ഏത് സൈഡ് നോക്കുകയാണെങ്കിലും ഓരോ ദിവസം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് നമ്മുടെ ശാസ്ത്രലോകം മുന്നേറിക്കൊണ്ടിരിക്കുക. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കേട്ടുവരുന്ന ഒരു പേരാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു വേർഡ്. അതിന്റെ ബേസ് ആയിട്ടുള്ള കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ChatGPT പറ്റിയിട്ടുള്ള സാധാരണക്കാരുടെ നിത്യജീവിതത്തിൽ ChatGPT എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതേപോലത്തെ വേറൊരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ആധുനിക ലോകം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിന്റെ പുറകെ ഓടുകയാണ്. അപ്പോൾ നമ്മൾ AI പറ്റി അറിയുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്. അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും നമ്മൾ അറിയാതെ തന്നെ AI നമ്മൾ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭവിഷ്യത്തുകൾ വേറൊരു സൈഡുണ്ട്, അതിന്റെ ഗുണങ്ങൾ വേറൊരു സൈഡുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മളെ കൂടെ ഫുൾ ടൈം ഉള്ള ഒരു AI കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മളെയൊക്കെ കുറച്ച് കാലങ്ങളായി ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊരു നീല കളറിലുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്, പുതിയൊരു ഫീച്ചർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് മെറ്റ AI. മെറ്റ എന്ന് പറയുന്ന ടീമിന്റെ പ്രൊഡക്ട്സ് ആണ് ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം. അപ്പൊ അവിടെ ആ ഒരു മദർ കമ്പനിയായ മെറ്റ അവർ പുതിയൊരു AI ചാറ്റ്ബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മൾ ഈ കാണുന്ന ആ നീല വൃത്താകൃതിയിലുള്ള ആ ഒരു പുതിയ ഫീച്ചർ. അപ്പൊ മെറ്റ എന്താണ്, അതിന്റെ ഉപയോഗം, അത് ഹൈ ലെവലിലല്ല, ബേസിക് ആയിട്ടുള്ള നമ്മുടെ സാധാരണക്കാരുടെ നിത്യജീവിതത്തിലൊക്കെ നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അപ്പൊ ഈ മെറ്റ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അത് എവിടെയെല്ലാം നമുക്ക് ബേസിക് ലെവലിൽ ഉപയോഗിക്കാം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ ജസ്റ്റ് നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ മെറ്റ വരുന്നത് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണ്. അപ്പോൾ വാട്സപ്പിലുള്ള മെറ്റ നമ്മളെല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരും വാട്സപ്പ് യൂസ് ചെയ്യുന്നത്. സാധാരണക്കാർ വരെ വാട്സപ്പ് ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ്. അപ്പോൾ വാട്സപ്പിലുള്ള മെറ്റ എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ കണ്ടില്ല നീല കളറിൽ ഇങ്ങനെ ഒരു റൗണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതാണ് മെറ്റ. ജസ്റ്റ് നമ്മൾ മറ്റൊരാളായിട്ട് ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മെറ്റ എന്നിട്ട് ഇവിടെ ചാറ്റ് ചെയ്യാം. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസർ വളരെ വ്യക്തമായിട്ട് തരും. കുറച്ച് പോരായ്മകളുണ്ട്, ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഹായ് അയച്ചു നോക്കാം. മെറ്റ റിപ്ലൈ ചെയ്യും കേട്ടോ. ഹൈ, ഹൗ ആർ യു, ഈസ് ദർ എനിത്തിങ് ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാം. പ്ലീസ് മേക്ക് എ ട്രിപ്പ് പ്ലാൻ ടു കാശ്മീർ കൊടുക്കാം. കാശ്മീർക്ക് ഒരു ട്രിപ്പ് പ്ലാൻ തരാൻ വേണ്ടി പറയും. വേണ്ടോ? ജസ്റ്റ് 7 ഡേയ്സിന്റെ ട്രിപ്പ് പ്ലാൻ കാശ്മീർക്ക് എങ്ങനെയാണെന്നുള്ളതുണ്ട്. ഇവിടെ കാണിക്കുന്ന ഡേ 1 അറൈവൽ ഇൻ ശ്രീനഗറിൽ അറൈവൽ ചെയ്യുക, അവിടുന്ന് ഗുൽമർഗിലേക്ക് പോവുക, പിന്നെ ഗുൽമർഗിൽ നിന്ന് സോനാമർഗ്, അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഇവിടെ ഓരോ ഡേക്കുള്ള പ്ലാൻ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എവിടെ നിന്നാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് എവിടുന്ന യാത്ര, ഞാൻ ഐ എം പ്ലാനിങ് ജേർണി ഫ്രം തിരൂർ ബൈ ട്രെയിൻ. അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻ എങ്ങനെയാണ്, എവിടെയാണെന്നുള്ള കാര്യങ്ങൾ കേട്ടോ. തിരൂരിന് ഡൽഹിക്ക് ട്രെയിൻ എടുക്കുക, അപ്പൊ അതിന്റെ ഹവേഴ്സ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡൽഹി ടു ജമ്മു, അങ്ങനെ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയല്ല, അപ്പൊ ഈസി ആയിട്ട് നമുക്ക് അപ്പൊ അതിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ എമൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം, ഏകദേശം ബഡ്ജറ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റിപ്പോർട്ട് കിട്ടില്ല. നമുക്ക് ഓരോരോ ലിങ്ക് കിട്ടും, അതിൽ ഓരോ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷെ ഇത് നമുക്ക് ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് ആ രീതിയിൽ പറഞ്ഞുതരും. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് മലയാളത്തിലേക്ക് ChatGPT നമുക്ക് ഏത് ലാംഗ്വേജിലും കിട്ടും. ഇത് നമുക്ക് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ചോദിക്കാം. പ്ലീസ് ട്രാൻസ്ലേറ്റ് എബോവ് മെസ്സേജ് ടു മലയാളം കൊടുത്തു നോക്കാം. ജസ്റ്റ് മലയാളം വരുന്നുണ്ട്, പക്ഷെ മെറ്റായി അപ്ഡേറ്റ് ആയിട്ടില്ല. മലയാളം ലാംഗ്വേജ് പഠിച്ച് വരുന്നേ ഉള്ളൂ എന്നാണ് നമ്മുടെ മെറ്റായി നമ്മളോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഓരോ ലൈനും നോക്കിയിട്ട് അത് ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ദിവസം മുന്നേ വരെ നോക്കിയപ്പോൾ മലയാളം അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞത്. ഇതേപോലെ ഇങ്ങനെ വരും, ലാസ്റ്റിൽ മെസ്സേജ് വരും മലയാളം അപ്ഡേറ്റ് ആയിട്ടില്ല. പക്ഷെ നമുക്കിവിടെ 1 by 1 ലൈനായിട്ട് വരുന്നുണ്ട്. കണ്ടില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം യെറ്റ് ബട്ട് ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. ഐ വിൽ സെൻഡ് യു എ മെസ്സേജ് വെൻ യു ക്യാൻ ടോക്ക് ഇൻ മലയാളം. കണ്ടില്ല, മലയാളത്തിൽ റെഡി ആകുമ്പോൾ അറിയിക്കാനാണ് മെറ്റായി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മലയാളം പഠിച്ചു വരുന്നുള്ളൂ, ഓരോ ലാംഗ്വേജിലും അതിന്റെ പരിജ്ഞാനം നേടിക്കൊണ്ടിരിക്കണം മെറ്റായി. പിന്നെ ഈ മെറ്റായി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഇൻപുട്സ് തരുന്നത്, അല്ല ഔട്ട്പുട്ട്സ് തരുന്നത് എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഒരു ചാറ്റ് ബോട്ട് ആണെങ്കിലും അതിനെ ഒരുപാട് ആൾക്കാർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ഡാറ്റ വെച്ചിട്ട് ട്രെയിൻ ചെയ്ത് അതിനെ പഠിപ്പിച്ചെടുത്ത് അത് റെഡി ടു ആൻസർ ഫോർ എനിത്തിങ് എന്നുള്ള ലെവലിൽ ആക്കുകയാണ്. ഇനി നമുക്ക് അന്ന് ചോദിച്ച പോലെ, നമ്മൾ പ്രവാസി ആൾക്കാരൊക്കെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നാട്ടിൽ വരും, ലീവ് 1 മാസം ലീവ് തരും, എന്തെങ്കിലും ഫാമിലി എമർജൻസി ഒക്കെ ആയിട്ട് ഒരു 10 days എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അപ്പോൾ അവർക്ക് HR അല്ലെങ്കിൽ കമ്പനി ഹെഡിനൊക്കെ മെയിൽ അയക്കും. അപ്പോൾ മെയിൽ അയക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് അയക്കേണ്ടി വരിക. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് പരിജ്ഞാനം കുറവാണെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ സഹായം തേടിയിട്ട് ഇംഗ്ലീഷ്
ലൈക്ക് അത് റൈറ്റ് അയച്ചിട്ട് പിന്നെ മെയിലാക്കി ആക്കില്ല ചെയ്യാം. ഇപ്പൊ നമുക്ക് അതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോ ChatGPT കാര്യം പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ കയ്യിൽ എല്ലാ സമയത്തുള്ള ഒരു സാധനമാണ് മെറ്റായി. അപ്പൊ അതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ ഇതിൽ മലയാളം അപ്ഡേറ്റ് ആയിട്ടില്ല, മലയാളം വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആവുമെന്നാണ് പറയുന്നത്. നമ്മൾ മെറ്റായിട്ട് നമുക്ക് വോയിസ് ആയിട്ട് കിട്ടുക. മെറ്റ എന്താ അറിയിപ്പ് തരും നമുക്ക്. ഹായ് മെറ്റ, I need to send an email to my boss, which I was on my vacation. My vacation was on for 1 month. Now I have to extend for 10 more days due to some family emergency. Would you please provide a professional email for this to send to my boss about this? ജസ്റ്റ് ഞാനൊരു വോയിസ് അയച്ച് മറ്റേ മറ്റേ ജസ്റ്റ് കേട്ട് നോക്കി, കണ്ടില്ല ഇത്ര പെട്ടെന്ന് നമുക്ക് സബ്ജക്ട്, മെയിലിന്റെ സബ്ജക്ട് റിക്വസ്റ്റ് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് വെക്കേഷൻ ഡ്യൂ ടു ഫാമിലി എമർജൻസി, ഡിയർ ബോസിന്റെ നെയിം അല്ലെങ്കിൽ HR. ഹൈ ഓഫ് ദിസ് ഇമെയിൽ ഫൈൻഡ് യു ആസ് വെൽ. പറഞ്ഞിട്ട് കണ്ടോ, അപ്പോഴേസ് മൈ ഇൻകൺവീനിയൻസ് ഇൻ ദിസ് മൈ കോഴ്സ് അപ്രീസിയേഷൻ, ഒരുപാട് മാറ്റർ ഉണ്ടാവും. കറക്റ്റ്. പിന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത്രയും വേണ്ട, കുറച്ച് ചെറുതാക്കണം വെക്കാം. അതല്ലെങ്കിൽ കുറച്ച് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടും ചെയ്യാം. പ്ലീസ് മേക്ക് ഇറ്റ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ കണ്ടോ, മറ്റേ ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് തരും. വളരെ ഈസിയാണ്. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ ലീവ് ആകുമ്പോൾ നമുക്ക് ലീവ് റിക്വസ്റ്റ് അയക്കണം, ഐ മീൻ ലീവ് ഫോം എഴുതി കൊടുക്കേണ്ടിയിരുന്നു ഡെയിലിയിൽ. അതല്ലെങ്കിൽ നമ്മൾ അവർക്ക് മാമിന് അല്ലെങ്കിൽ ടീച്ചർക്ക് മെസ്സേജ് അയക്കേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് മെസ്സേജ് അയക്കണം, നമ്മൾ ടൈപ്പ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് തെറ്റില്ലേ എന്നുള്ള കൺഫ്യൂഷൻ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മെറ്റായിനോട് ചോദിക്കുക ഇത് കറക്റ്റ് ആണോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുക. ഹായ് മാഡം, മൈ സൺ, ജസ്റ്റ് പേര് ABC കൊടുക്കണം. ഒരു ജസ്റ്റ് ഗ്രാമർ കറക്റ്റ് അല്ലാത്ത ഒരു മെസ്സേജ് അയക്കുക. വാസ് ലീവ് ദി ലാസ്റ്റ്, വെറുതെ നമുക്ക് ഗ്രാമർ നോക്കാൻ എഴുതാം. ലാസ്റ്റ് 3 days he had fever. പ്ലീസ് ഗ്രാൻഡ് ഹിം ദ ലീവ്. വളരെ ജസ്റ്റ് അങ്ങനെ വയ്ക്കാം. അങ്ങനെ നമ്മൾ GPT പറയുന്നത് ഹൈ GPT, സോറി ഹൈ മെറ്റ, പ്ലീസ് ചെക്ക് ദി എബവ് മെസ്സേജ്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തോക്കാം. ആണോ, അതിന് കറക്റ്റായിട്ട് ആ ഒരു ഫോമാറ്റിൽ മൈ സൺ കോമൊക്കെ ഇട്ടിട്ട് സണ്ണിന്റെ പേര് ഹാസ് ബീൻ ആബ്സെന്റ് ഫോർ ദ പാസ്റ്റ് 3 days ഡ്യൂ ടു ഫീവർ. ഐ കൈൻഡ്ലി റിക്വസ്റ്റ് ദാറ്റ് യു ക്യാൻ ഹിം ലീവ് ഫോർ ദീസ് ഡേയ്സ്. അല്ലേ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് മെറ്റായി നമുക്ക് പറ്റില്ല. ഇനി മെറ്റായോട് നമുക്ക് ജസ്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫോം ആണ് ജസ്റ്റ് ഇവിടെ ഈ ഒരു ബട്ടണിലെ ഇത് അടിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഇമാജിൻ വരും. അപ്പോൾ ജസ്റ്റ് അവിടെ ചോദിക്കാം നമുക്ക് ക്രിയേറ്റ് ആൻഡ് ഇമേജ് ദാറ്റ് എ കാർ ഈസ് ഡ്രൈവിംഗ് ഇൻ ബീച്ച് സൈഡ്. നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യണ്ടല്ല, എന്നിട്ട് കണ്ടു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മറ്റായി ആ ഒരു ഉണ്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇമേജ് നമുക്ക് കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തന്നെ. ഇനി നമുക്ക് കുറച്ച് നമുക്ക് ലൈവായിട്ട് എടുക്കാൻ പറ്റാത്ത ഫോട്ടോസ്, അങ്ങനത്തെ ഒരു എന്തെന്ന് പറയാം, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇമേജുകൾ. അപ്പം നമ്മൾ ചോദിക്കണേ ക്രിയേറ്റ് ആൻ ഇമേജ് ദാറ്റ് ആൻ എയർപ്ലെയിൻ ലാൻഡഡ് ഇൻ എ പാഡി ഫീൽഡ്. നമ്മളെ പാടത്ത് നെൽകൃഷിന്റെ ഇടയിൽ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തായിട്ട് കാണിക്കണം എന്നൊക്കെ. ജസ്റ്റ് മെറ്റായോട് ചോദിച്ചു നമ്മൾ നോക്കാം മെറ്റാ എന്താ തരുന്നുള്ളത്. കണ്ടില്ലേ, ആലോചിച്ച് നോക്കി എത്ര പെട്ടെന്നാണ് ആ മെറ്റായി നമുക്ക് ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തന്നെ. ഇനി വേറെ ചോദിച്ചോ, ക്രിയേറ്റ് ആൻ ഇമേജ് തട്ടുകട ഇൻ മൂൺ. ചന്ദ്രനിൽ തട്ടുകട എന്നുള്ള കണ്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഗുഡ് നൈറ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ. നമ്മളിപ്പോൾ ഓരോ ഗ്രൂപ്പും ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺ ക്രിയേഷനിൽ നമുക്ക് ഡെയിലി ഓരോരോ വെറൈറ്റി ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഇമേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെ നോക്കാം. ജസ്റ്റ് ക്രിയേറ്റ് എ ഫോട്ടോ ദാറ്റ് mentioned good morning with a mountain, sun and a lake. ഓക്കെ, എന്താ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം.
കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഗുഡ് മോർണിംഗ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു, പക്ഷേ ഗുഡ് മോർണിംഗിന്റെ ആ ഒരു വൈബാണ് കാണിച്ചത്. ജസ്റ്റ് നമുക്ക് ഇതിൽ ചോദിച്ചു നോക്കാം, ആഡ് ഗുഡ് മോർണിംഗ് ഇൻ ദീസ് ഇമേജ്. ചില സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും, ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ആണോ, ഐ കാൻ ജനറേറ്റ് ദ ഇമേജ്, കൻ ഐ ഹെൽപ്പ് ഇമേജ് സംതിങ് എൽസ്. അപ്പൊ ചില സമയത്ത് നമുക്ക് പിന്നെ ഇമേജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു വാട്ടർമാർക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ, വിത്ത് AI ഇമാജിൻഡ് എന്നുള്ള ഒരു വാട്ടർമാർക്ക് കാണിക്കുന്നുണ്ട്. ഇനി മെറ്റായിന് നമുക്ക് വെറും ഒരു ചാറ്റ് ബോർഡായിട്ട് അതിനായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഓപ്ഷൻസ്, നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കുറെ ആൾക്കാർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ മെറ്റായിനെ കൊണ്ട് നമുക്ക് മെസ്സേജ് അയപ്പിക്കാം, ഇമേജ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാം. ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് എടുത്ത് നമുക്കൊരു ഗുഡ് നൈറ്റ് ഇമേജ് ഇതിലാക്കണം. അപ്പോൾ ജസ്റ്റ് അഡ്ജറേറ്റ് വെച്ചിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്ന മതി. ഇതിൽ വെക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ മെറ്റായി അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ഇമേജ് സ്ലാഷ് ഉണ്ടല്ലോ, ഇത് അടിച്ച ഇമാജിൻ ഇത് വരും. എന്നിട്ട് ജസ്റ്റ് ഒരു ഗുഡ് നൈറ്റ് ഇമേജ്, ഗുഡ് നൈറ്റ് കൊടുത്തു ആണോ, ഒരു ഗുഡ് നൈറ്റിന്റെ ഇമേജ് ഇത് ക്രിയേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മെറ്റായി, എന്താണ് ആ നീല വൃത്താകൃതിയിലുള്ള ആ ഒരു ഫീച്ചർ ഒക്കെ. അധികം പേർക്കും അത് അറിഞ്ഞിരിക്കാം, അറിയാത്തവരുണ്ടായിരുന്നിരിക്കാം. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കുറെ ആൾക്കാർക്കൊക്കെ അത് എന്താണ് അതിന്റെ ഉപയോഗം, എന്താണ് ആ ഫീച്ചർ എന്നുള്ളതിലൊക്കെ കുറെ ആൾക്കാർ പേടിച്ചിട്ട് അത് എന്താണ് എന്നറിയാതെ അതിൽ ക്ലിക്ക് ചെയ്യാണ്ട് വരുന്നേക്കാം. അൺഎക്സ്പെക്ടലി അത് ക്ലിക്ക് ചെയ്തിട്ട് അത് എന്താണ് ഏതാണ് നല്ലത് ഹാക്ക് ചെയ്താണോ എന്നുള്ള ഡൗട്ടുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറെ ആൾക്കാർക്കൊക്കെ അത് ഉപയോഗിച്ച് തുടങ്ങി. പക്ഷെ ഇത്രേ ഉള്ളൂ അതിന്റെ ഉപയോഗം. അപ്പോൾ അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഓരോ അപ്ഡേറ്റ് വരുന്ന ഓരോ ഫീച്ചർ ടെക്നോളജി വളരുമ്പോഴും നമ്മൾ അതിന്റെ ഉപയോഗം എന്താണ്, നമുക്ക് ഏത് രീതിയിലാണ് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ ടെക്നോളജി അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കാലം മുന്നോട്ട് പോയിക്കൊണ്ടതിനനുസരിച്ച് നമ്മളും പിന്നാലെ ഓടിയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. പിന്നെ നമുക്ക് ഒരു വാല്യൂ ഇല്ലാണ്ടായി മാറും നമ്മുടെ സമൂഹത്തിന് ഇടയിൽ. അപ്പൊ നിർബന്ധമായും ടെക്നോളജി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അറിയണം. അപ്പൊ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും, കാരണം നമ്മുടെ കയ്യിന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ള ഒരു ടെക്നോളജിയാണിത്. അപ്പൊ അതിന്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ. അപ്പോൾ പല ആൾക്കാർക്കും ഈ വീഡിയോ നല്ല ഉപകാരമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. പിന്നെ ചിലവർക്ക് അതിന്റെ ഉപയോഗം ആവശ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീച്ചർ അവിടെ ഇങ്ങനെ കാണുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട്, ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് വാട്സപ്പ് ഇങ്ങനെ കാണുമ്പോഴൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിന്റെ സെറ്റിംഗ്സിൽ പോകാം. ആ 3 ഡോട്ട് ഉണ്ടല്ലോ മുകളിലുള്ള, അതിൽ പോകാം. എൻ്റെ കൂടെ iOS ഫോണാണ്. iOSൽ ആ ഫീച്ചർ ഡിസേബിൾ ആയി ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണുന്നില്ല. ആൻഡ്രോയിഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ആ സെറ്റിംഗ്സിൽ ആ 3 ഡോട്ടിൽ പോവാം. ഇവിടെ എനിക്ക് iOS ആയതുകൊണ്ട് ആ ടൈപ്പ് സെറ്റിംഗ്സ് അല്ല. ആ 3 ഡോട്ടിൽ പോയാൽ ഇവിടെ സെറ്റിംഗ്സ് ഉണ്ടാവും. അതിൽ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ചാറ്റിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിൽ കാണാൻ പറ്റും ഷോ മെറ്റ ആയി ബട്ടണോ അല്ലെങ്കിൽ ഷോ മെറ്റ ആയി എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ അത് ഓൺ ആയി കിടക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഓഫ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ബ്ലൂ വൃത്താകൃതിയുള്ള ആ ഒരു ഫീച്ചർ അവിടെ കാണില്ല. ഇനി അത് വീണ്ടും ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഓൺ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ iOSൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. പിന്നെ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിന്റെ ഹെൽപ്പ് സെന്ററിലൊക്കെ പോയിട്ട് അത് ഓരോ ഫീച്ചർ ആഡ് ചെയ്ത് അത് കൊടുത്തിട്ട് അതല്ലെങ്കിൽ ക്യാച്ച് ക്ലിയർ ചെയ്തിട്ട് മെറ്റായിന്റെ ആ ഒരു ലോഗോ റിമൂവ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാനെപ്പോഴും പറയുന്ന പോലെ കാലത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. മറ്റുള്ളവരുടെ ഇടയിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ നമുക്കൊരു നിലയും വിലയും ഇല്ലാത്ത അവസ്ഥ വരും. പുതിയ ജനറേഷന്റെ കൂടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അപ്പൊ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടെക്നോളജി ബേസിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി അറിയാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇത്രയും സമയം നിങ്ങൾ ഈ വീഡിയോയിൽ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു അറിവ് കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ആ ലൈക്ക് ബട്ടൺ നിങ്ങൾ അടിക്കുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്താൽ അവർക്കും കൂടി അറിഞ്ഞിരിക്കാറെന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് മറ്റുള്ളവർക്ക് നിങ്ങൾ മറ്റു ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞല്ലോ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മളും പിന്നാലെ ഓടണം എന്നുള്ളത്. ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു പഴയ കാലത്തെ ഒരു കാര്യം ഓർമ്മ വന്നത്. പഴയ മീൻസ് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഏകദേശം 2009 2010 കാലഘട്ടത്തിൽ ആണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് ഞങ്ങൾ ഫൈനൽ ഇയർ ആയപ്പോൾ ഞങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടറിന്റെ ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു, C പ്രോഗ്രാം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുവരെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഇതൊന്നും പേപ്പർ കാര്യമില്ല. ഈ ഒരു ഫൈനൽ ഇയർ മാത്രം പേപ്പർ ഉണ്ട്. അപ്പോൾ ആ സാറ് ക്ലാസ്സിൽ വന്നു. ഫസ്റ്റ് ഡേന് നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ അങ്ങനെ അന്നൊക്കെ പരിജ്ഞാനം കുറവാണ് എല്ലാവർക്കും. ഇന്നത്തെ പോലെ അത്രയും ഡീപ്പായിട്ടുള്ള നോളജും കാര്യങ്ങളും ആൾക്കാർക്കില്ലായിരുന്നു. കാരണം ആ ഒരു ലെവലിൽ അത്ര വളർന്നിട്ടില്ലായിരുന്നു, വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ സാറ് വന്നിട്ട് എല്ലാവരും പേപ്പർ എടുക്കാൻ പറഞ്ഞു, അതിൽ എഴുതാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ അത് എന്താണ് എങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിനെ പറ്റി എഴുതാൻ പറഞ്ഞു. ഈ കമ്പ്യൂട്ടർ പഠിച്ചാലുള്ള ഗുണം അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിലുള്ള അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും പേപ്പറൊക്കെ എടുത്ത് ഞാനൊരു പേപ്പറൊക്കെ എടുത്ത് ഞാൻ എഴുതി. സാർ ഓരോന്ന് എഴുതിയത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പൊ എന്റെ പേപ്പർ എടുത്ത് വായിച്ച് അപ്പോൾ ഞാൻ എന്താ അന്ന് എഴുതിയെന്ന് വെച്ചാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ChatGPT വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു
നമ്മുടെ പൂർവികർ, നമ്മുടെ മുന്നത്തെ കാലത്ത്, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് കാണായിരുന്നു ആ കാലഘട്ടത്തിൽ എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ അങ്ങാടിയിലൊക്കെ പോയാൽ പത്രം വായിക്കാൻ അറിയില്ലായിരിക്കും. അപ്പൊ മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിച്ചിട്ട് അവരെ കേൾക്കുമായിരുന്നു. അല്ലെങ്കിൽ പേരൊക്കെ എവിടെയെങ്കിലും എഴുതുന്നത് മറ്റുള്ളവരെ കൊണ്ട് പേര് എഴുതിയിട്ട് ജസ്റ്റ് അവർ ഒപ്പിടും. അവരുടെ പേര് പോലും അവർക്ക് വായിക്കാൻ അറിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് അവർ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും എഴുതാനും വായിക്കാനും അറിയാത്തത് കാരണം. അപ്പോൾ ഞാൻ അന്ന് അതിൽ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, പഴയ കാലത്ത് സാക്ഷരത ഇല്ലാത്ത എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടാവും വരും കാലങ്ങളിൽ കമ്പ്യൂട്ടറിനെ പറ്റി അറിയാത്തവരും കമ്പ്യൂട്ടർ എന്താണെന്ന് മനസ്സിലാക്കാത്തവരും അനുഭവിക്കുക എന്ന്. അങ്ങനെ വായിച്ചപ്പോൾ സാറ് നല്ല ഒരു ചിന്താഗതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് തമാശയിൽ കളിയാക്കിയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ ഞാനങ്ങനെ അത് ഓർക്കണം, നമ്മൾ പിന്നോട്ട് ജസ്റ്റ് ആലോചിക്കുമ്പോൾ അന്ന് ഞാൻ എഴുതിയത് എത്രത്തോളം ശരിക്കും ശരിയായിരുന്നു എന്നുള്ളത്. കാരണം അന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. സ്മാർട്ട് ഫോണിന്റെ കടന്നുകയറ്റമൊന്നും അത്ര ആയിട്ടില്ല. 2008-2009 കാലഘട്ടത്തിലൊക്കെ മറ്റുള്ള ചെറിയ ചെറിയ ഫോണൊക്കെ ആയിരുന്നു നമ്മുടെ കയ്യിലൊക്കെ. കാരണം അന്നൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ആ കമ്പ്യൂട്ടറിലുള്ള ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ആണ് പിന്നെ അത് ചുരുങ്ങി ചുരുങ്ങി നമ്മുടെ കൈക്കുള്ളിൽ ആയത്, സ്മാർട്ട് ഫോൺ രൂപത്തിലൊക്കെ നമ്മുടെ കയ്യിൽ വന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് സ്മാർട്ട് ഫോൺ, അതിന്റെ ഉപയോഗം, ബേസിക് ആയിട്ടുള്ള ഉപയോഗങ്ങൾ, കോൾ എടുക്കാനും കട്ട് ചെയ്യാനും ജസ്റ്റ് മെസ്സേജ് അയക്കാനും അറിയാത്തവരുണ്ടെങ്കിൽ അവരിപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടാവും ഈ സമൂഹത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. അന്ന് ഞാൻ എഴുതിയത് ശരിയായിരുന്നു എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രായമുള്ളവർക്ക് ആ ഒരു നോളജ് ഇല്ലാത്തവരുണ്ടാവും. ഇപ്പം അവരെല്ലാം നമ്മുടെ ഇപ്പോഴുള്ള തലമുറ, അവര് ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊന്നും അറിയാത്തവർ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക്. പഴയ കാലത്ത് എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു, അതേ ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് അവർ അനുഭവിക്കുന്നുണ്ടാവും. കാരണം അന്നൊക്കെ അവർ ആ ഒരു കൂട്ടത്തിലിരുന്ന് പത്രം വായിക്കുന്ന ഒരാൾക്കൊക്കെ ഭയങ്കര വാല്യൂ ആയിരുന്നു മറ്റുള്ളവർ കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഒരു വിദ്യാഭ്യാസം, കാരണം ഹൈ വിദ്യാഭ്യാസം ഒന്നും ആവില്ല, ജസ്റ്റ് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടെങ്കിൽ തന്നെ അവർ സ്റ്റാർ ആയിരുന്നു അന്ന് ആ കൂട്ടത്തിൽ. അപ്പോൾ ആ ഒരു മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുമ്പോൾ വായിക്കാനോ എഴുതാനോ അറിയാത്തവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദന ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫീൽ വരാം. പക്ഷെ ഇനി വരും വർഷങ്ങളിൽ സ്മാർട്ട് ഫോണിന് ത്രൂ തന്നെ നമുക്ക് AI അല്ലെങ്കിൽ മറ്റുള്ള ടെക്നോളജി ഒക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളത് എന്താണ്, ഇപ്പോൾ ഈ മെറ്റായൊക്കെ നമ്മളെ കയ്യിനുള്ളിൽ എപ്പോഴും ഉള്ളതാണ്, നമ്മുടെ മൊബൈലിനുള്ളിൽ. അതങ്ങനെ ഒരു ഫീച്ചർ കണ്ടിട്ട് അതിനെപ്പറ്റി എന്താണെന്ന് അറിയാനും ശ്രമിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കാന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പം വെച്ചാൽ ഓരോ ദിവസം പുതിയ പുതിയ ടെക്നോളജി വരാം. അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളും അവര് എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് സമൂഹത്തിൽ നമുക്കും വരും. അപ്പൊ അത് വരാതിരിക്കാൻ നിർബന്ധമായും ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെറ്റയെ പറ്റിയാണ് പറഞ്ഞത്. ഇതിന് മുന്നേ നമ്മൾ ChatGPT പറ്റി പറഞ്ഞായിരുന്നു. വരും വീഡിയോകൾ നമുക്ക് അതുപോലെ ടെക്നോളജി ബേസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്, പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയിട്ടേക്ക്. കാരണം നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ പോരായ്മകൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ല ക്ലിയർ ആവാത്തത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിലൊന്ന് മെൻഷൻ ചെയ്യും. അതെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പഠിക്കാൻ പറ്റി എന്നുള്ളതുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമന്റിലൊന്ന് മെൻഷൻ ചെയ്യും. പിന്നെ ലൈക്ക് ഒന്ന് അടിച്ചേക്ക് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നമ്മളൊരു കാര്യം നമ്മൾ പഠിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മറ്റു കൂട്ടുകാരിലേക്കും നമുക്കത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അവർക്കും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ പഠിക്കാനുള്ള. അപ്പോൾ മറ്റുള്ള ഗ്രൂപ്പുകൾക്കും നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യാൻ പറ്റുക അവർക്കൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചെറിയ കാര്യമാണ്, പക്ഷെ വലിയ കാര്യമാണ്. എന്താ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.